നമ്മൾ സോൾ എന്ന് പറഞ്ഞാൽ പ്യൂരിറ്റിയാണ്. നമ്മളൊരു വെള്ള തുണി പോലെയാണ് സോളിനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുക. ജസ്റ്റ് മനസ്സിലാക്കുക. ചെറിയ കുട്ടികൾ മനസ്സിലായി, ക്യൂട്ട്നെസ് ആ വെള്ള തുണിയാണ്. പിന്നെ അതിൽ കറ ഇട്ട് കൊടുക്കുകയാണ്. കറയിട്ട് അവസാനം അത് എന്ത് ഇപ്പോൾ പറയും അനുവിനിപ്പോൾ എത്ര ഒരു 30 ആയിട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ 30 ആ ഇതിലാകുമ്പോൾ ആ സോളിൽ എന്തായിരിക്കും അവസ്ഥ? ഓരോ സംഭവങ്ങൾ അതിൽ അഴുക്കായി ആ സോളിൻ്റെ ഭംഗി നഷ്ടപ്പെടും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ സോൾ പർപ്പസ് എന്ന് പറഞ്ഞാൽ സോൾ നമ്മുടെ ഉള്ളിലുണ്ട് നമുക്ക് തിരിച്ചറിഞ്ഞ ശേഷം നമുക്ക് മനസ്സിലായല്ലോ സോൾ നമ്മുടെ ഉള്ളിലുണ്ട്. ആ സോളിനെ കെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ കുറേ ആളുകളെ മനസ്സിലാക്കണം. നമ്മുടെ ദാരുണമായിട്ടുള്ള ടയറൊക്കെ അരഞ്ഞ് മരിക്കുന്ന കുറേ ആളുകളുണ്ട്. എന്താ അങ്ങനെ അവർ മരിക്കുന്നത് എന്നറിയോ? ശരിക്കും പറഞ്ഞാൽ സോളിന് അത്രമാത്രം അവർ ഇതാണ്. ഈ നശിച്ച ജന്മം പണ്ടിറങ്ങി പോട്ടെ, നമ്മളിങ്ങനെ തോട്ടുകൾ പറയായിരിക്കും. ഈ നശിച്ച ജന്മത്തിൽ എനിക്ക് ഏത് സമയത്ത് മനസ്സിലായില്ലേ? നമ്മൾ സോളിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും. സാധാരണ പറഞ്ഞാൽ നമ്മുടെ സോളിനെ നമ്മൾ പരിപാലിക്കേണ്ടത് നമ്മുടെ കടമയാണ്.